ബ്രിട്ടീഷ് സൈനിക ജനറൽമാരെ നായകരാക്കിയ ലക്നൌവിന്റെ ആശ്വാസം എന്ന ചിത്രത്തിന്റെ രചന ആരുടേതാണ്? ഉത്തരം ഓപ്ഷൻ ബി തോമസ് ജോൺസ് ബാർക്കർ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണത്തിന്റെ ചൂഷണങ്ങൾക്ക് ഇരയാക്കപ്പെട്ട വിഭാഗങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ഡി. 1857 വിപ്ലവത്തെക്കുറിച്ചുള്ള മാൽസ പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം വിഷ്ണു ഭട്ട് ഗോഡ്സെ. ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി. ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാദ് ഷാഹി നശിപ്പിക്കുകയില്ല എന്ന് അനുയായികളെ കൊണ്ട് പ്രതിജ്ഞയെടുപ്പിച്ച ഒന്നാം സ്വാതന്ത്ര്യ സമര വിപ്ലവകാരി ആരാണ്? ഉത്തരം ഝാൻസി റാണി. ഏത് നാട്ടുരാജാക്കന്മാരും പ്രഭുക്കളുമാണ് ബ്രിട്ടീഷുകാർക്കെതിരായ കലാപത്തിൽ പങ്കെടുത്തത്? ഉത്തരം ഓപ്ഷൻ ഡി. ദിവാൻ മണിറാം ദത്ത 1857 കലാപത്തിന് നേതൃത്വം നൽകിയത് എവിടെയാണ്? ഉത്തരം ആസാം. ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടാനുള്ള ശരിയായ കാരണങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ഡി. ജീവിതത്തിന്റെ പകൽ തീരാറായി, സന്ധ്യ പടർന്നു തുടങ്ങിയിരിക്കുന്നു, ഇനി ഇരു കാലുകളും നീട്ടി ശവക്കല്ലറയിലേക്ക് ഉറങ്ങാം. ആരുടേതാണ് ഈ വാക്കുകൾ? ഉത്തരം ബഹദൂർ ഷാ സഫർ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കലാപത്തിനിറങ്ങിയ ഗോത്ര വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ആരംഭിച്ച വർഷം. ഉത്തരം 1884. ദ്രാവിഡർ കഴകം ശ്രദ്ധ ചെലുത്തിയിരുന്ന മേഖലകൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ എ ഇവയെല്ലാം. ഇന്ത്യൻ ബ്രഹ്മസമാജം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം കേശവ് ചന്ദ്ര സെൻ. നവോത്ഥാന നായകരുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡികൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ സി. ഭാരതീയനാണെന്നതിൽ അഭിമാനിക്കുക, ഞാനൊരു ഭാരതീയനെന്നും ഓരോ ഭാരതീയനും എൻ്റെ സഹോദരനാണെന്നും അഭിമാനത്തോടെ അവകാശപ്പെടുക. ആരുടെ വാക്കുകളാണ് ഇത്? ഉത്തരം സ്വാമി വിവേകാനന്ദൻ. പ്രസ്ഥാനങ്ങളും അവ രൂപീകരിച്ച വർഷങ്ങളും തമ്മിലുള്ള ജോഡികളിൽ തെറ്റായവ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ. ദയാനന്ദ സരസ്വതിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഗീതയിലേക്ക് മടങ്ങുക. രാജാറാം മോഹൻ റോയിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 1821 സംവാദ് കൗമുദി എന്ന മറാത്തി പത്രം ആരംഭിച്ചത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ മുഴങ്ങിയ സ്വദേശി എന്ന സംജ്ഞ
ആദ്യമായി ഉപയോഗിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ദയാനന്ദ സരസ്വതി. സാമൂഹിക പരിഷ്കർത്താക്കളുമായി ബന്ധപ്പെട്ട ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ എ. സ്വാമി വിവേകാനന്ദനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ. ഭാരതത്തിലെ ഭാഷാ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം രാജാറാം മോഹൻ റോയ്. നവോത്ഥാന പ്രസ്ഥാനങ്ങളും അതുമായി ബന്ധപ്പെട്ട വ്യക്തികളും ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ ബി. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്ന് സ്വാമി വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. ഹിന്ദു മതത്തിൽ നിന്നും വിട്ടുപോയവരെ തിരികെ കൊണ്ടുവരാൻ ആരംഭിച്ച പ്രസ്ഥാനം. ഉത്തരം ശുദ്ധി പ്രസ്ഥാനം. ആനി ബെസന്റുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം മൈസൂർ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നിർമ്മിച്ച ഉരുക്ക് നിർമ്മാണശാലകളുമായി ബന്ധപ്പെട്ട തെറ്റായ ജോഡികൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി. നാട്ടുരാജ്യ സംയോജനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ ബി. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ സി. വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്നറിയപ്പെടുന്ന വിഖ്യാതമായ പ്രസംഗം നടത്തിയത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി. സംസ്ഥാനങ്ങളുടെ അതിർത്തി എന്തിനെ അടിസ്ഥാനമാക്കി പുനർനിർണയിക്കണമെന്നാണ് സംസ്ഥാന പുനഃസംഘടനാ സമിതി ശുപാർശ ചെയ്തത്? ഉത്തരം ഭാഷ. ISROയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുത തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി. ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിന്റെ ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏതാണ്? ഉത്തരം സാഹിത്യ അക്കാദമി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാമാണ്?
ഉത്തരം ഓപ്ഷൻ ബി. ഗോവ, ദാമൻ ദിയു എന്നിവ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം. ഉത്തരം 1961. ആന്ധ്ര സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ തെറ്റായവ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ഡി. ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ആരുടെ വാക്കുകളാണ് ഇത്? ഉത്തരം ഓപ്ഷൻ ബി. DS കോത്താരി.